ബിഗ് ബോസ് എന്നതൊരു സർവൈവൽ റിയാലിറ്റി ഗെയിം ഷോ ആണെന്നും അത് വെറും ഒരു മത്സരമാണെന്നും മറന്ന് കണ്ടസ്റ്റൻസിന്റെ അടുത്ത് മോശമായി പെരുമാറുന്നത്, പിന്നെ അവരെ ശാപവാക്കുകൾ ഉപയോഗിച്ച് ഭയങ്കരമായ രീതിയിൽ പ്രാകുക, ഇതൊക്കെ വളരെ മോശമാണെന്ന് മാത്രമല്ല ഒരു മത്സര ബുദ്ധി, ഗെയിം സ്പിരിറ്റ്, പിന്നെ റെസ്പെക്ട്, സെൽഫ് റെസ്പെക്ട്, മറ്റുള്ളവരുള്ള റെസ്പെക്റ്റും ഒക്കെ ഉള്ള ഒരാൾക്ക് ചേർന്ന വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അനുമോള് നല്ലൊരു ഗെയിമറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്ക് ഓർഗാനിക് ആയിട്ട് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, എല്ലാ ഇമോഷൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന, നിലവിൽ ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ ചില കാര്യങ്ങൾ അനുമോളുടെ ഒട്ടും തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. വെളുപ്പിനെ 2 മണിക്കോ മറ്റോ ലൈവില് നടക്കാനിരിക്കുന്ന ഒരു സംഭവമാണ്. അനുമോളുടെ ടോയ്ലറ്ററീസ് കിറ്റ് ആണെന്ന് തോന്നുന്നു, അത് കാണാതെ പോകുന്നുണ്ട്. അതിന്റെ കിറ്റ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആര്യനാണോ ആരാണെന്ന് അറിയില്ല, അത് ആരോ ഒരാളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ ഇത് തേടി നടക്കുന്നത് ഇപ്പോഴേ ലൈവിൽ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ ചോദിച്ചെന്ന് പറയുന്നുണ്ട്, എനിക്കിത് കണ്ടുപിടിച്ചതാ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഇത് തേടി 2 മണി വരെ ഒക്കെ അനുമോൾ ആ ഒരു ഭ്രാന്തിയെ പോലെ അല്ലെങ്കിൽ നടക്കുന്നുണ്ടാവും ആ വഴി. ആ സമയത്ത് അക്ബർ അനുമോളെ കളിയാക്കുന്നുണ്ട്, പാരടി പാടിയാണ് കളിയാക്കുന്നത്. എപ്പോഴും ചൊറിയുന്ന പോലെ അക്ബർ ചൊറിയാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് അനുമോള് പോയി അക്ബറിനെ പ്രാക്ക് എന്നൊക്കെ പറഞ്ഞ നിസ്സാര പ്രാക്കല്ല. നിന്നെയൊക്കെ വീട്ടിൽ എങ്ങനെ സഹിക്കുന്നടാ, വീട്ടിലെ എല്ലാവർക്കും ശാപമാണ് നീ, നിന്റെ പാട്ടൊരു ശാപമാണ്, ദൈവങ്ങൾ നിന്നോട് ചോദിക്കും, നീ ചെയ്തതിനൊക്കെ അനുഭവിക്കും, എന്റെ കണ്ണീരിന്റെ വില നീ കൊടുക്കേണ്ടി വരും, ദൈവങ്ങൾ നിന്നോട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയുള്ള ശാപവാക്കുകളാണ് അനുമോളി ഉപയോഗിക്കുന്നതെന്ന് അറിയോ. സാധനങ്ങളൊക്കെ ചിലപ്പോൾ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ കാണാതെയൊക്കെ പോയെന്നൊക്കെ ഇരിക്കും. ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോടെ. ലാലേട്ടൻ എന്തായാലും വീക്കെൻഡിൽ വന്ന് ചോദിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ ശപിച്ചതിന് നല്ല ഗ്രില്ലിങ് കൊടുത്തിട്ടുള്ളതാണ് ഒരു കണ്ടസ്റ്റന്റിന്. ഇതിപ്പോ സെയിം കുറ്റം തന്നെയാണ് അനുമോള് ചെയ്തിരിക്കുന്നത്. ഒരു രീതിയിലും ഇങ്ങനെയുള്ള ശാപവാക്കുകളൊന്നും വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് ലാലേട്ടൻ അനുമോളുടെ അടുത്ത് പറയണം. കാരണം ഇത് പല ഏജ് ഗ്രൂപ്പ്സിലുള്ള പലരും കാണുന്ന ഒരു ഷോയാണ്. അവിടെ വെറുതെ ഒരു കണ്ടസ്റ്റന്റിനെ ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വളരെ മോശമായ കാര്യങ്ങളാണ്. ഒരു രീതിയിൽ ന്യായീകരിക്കാനാവാത്തൊരു തെറ്റ് തന്നെയാണ്. നീ മുടിഞ്ഞു പോകുമടാ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത് ഒട്ടും തന്നെ യോജിച്ചു കൊടുക്കാനാവില്ല. പിന്നെ ദൈവങ്ങൾ ചോദിക്കുക എന്ന് പറയുക, കിറ്റ് കാണാതെ പോയെങ്കിൽ കിറ്റ് തപ്പിയെടുക്കണം. അതിന് ഇങ്ങനെയൊക്കെയാണോ? ഇങ്ങനെയുണ്ടോ മനുഷ്യര്?